And welcome to the new video. In this video, I'll be discussing about causality and convolution sum. Okay. So, ഇപ്പോൾ കൺവല്യൂഷൻ സമ്മും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കൺവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് എന്ത് കണ്ടുപിടിക്കാൻ, ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇൻപുട്ട് അറിയാം, ഒരു സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് അറിയാം, അതായത് സിസ്റ്റത്തിൻ്റെ സ്വഭാവം അറിയാമെങ്കിൽ ഏത് ഇൻപുട്ടിനുള്ള ഔട്ട്പുട്ടും കണ്ടുപിടിക്കാം for a discrete time LTI system using this convolution sum. So a convolution sum എന്നുള്ള representation നമ്മൾ പറഞ്ഞതാണ് y of n is equal to sigma k equal to minus infinity to infinity x of k h of n minus k എന്ന് എഴുതാം. അല്ലെങ്കിൽ k equal to minus infinity to infinity h of k x of n minus k എന്നും എഴുതാം. ഈ രണ്ട് രീതിയിലും ആണെങ്കിലും എഴുതാം according to commutative property. So രണ്ട് x of k convolution h of k ആയാലും h of k convolution x of k ആയാലും സെയിം ആണ് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് ഇവിടെ ഇനി നമ്മൾ എന്താ പറയുക, കോസാലിറ്റിയും കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് സിസ്റ്റം കോസലാണ്, പിന്നെ ഇൻപുട്ടും കൂടിയും കോസലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ കോസൽ എന്നുള്ള കേസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ളതാണ്. കോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യരുത് ഒരു കേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോസൽ. പ്രസന്റ് ആൻഡ് പാസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സിഗ്നലിനെ കോസൽ സിഗ്നൽ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ബേസിൽ തന്നെ y of n ഈക്വൽ ടു ഔട്ട്പുട്ട് ഈക്വൽ ടു കൺവല്യൂഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന രീതിയിൽ x of n കൺവല്യൂഷൻ h of n ഓർ h of n കൺവല്യൂഷൻ x of n. അപ്പോൾ ആ രീതിക്ക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ k ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി h of k x of n minus k. അപ്പോൾ ഞാൻ ഇതിനൊന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു വിചാരിക്കുക. നെഗറ്റീവ് പാർട്ട് പ്ലസ് പോസിറ്റീവ് പാർട്ട് എന്നുള്ള രീതിയിൽ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്താൽ k ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ h of k x of n minus k പ്ലസ് k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി h of k x of n minus k എന്ന് എഴുതാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ നെഗറ്റീവ് പാർട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നമുക്ക് ഈ പോയിന്റ്സ് അവിടെ ഉണ്ട്. h of minus 2 x of n plus 2, കാരണം മൈനസ് ടുവിൻ്റെ വാല്യൂ ഇനി മൈനസ് വൺ കൊടുത്താൽ h of minus 1 x of n plus 1 പ്ലസ് പുറത്തേലെ ഫസ്റ്റ് 0 കൊടുത്താൽ h of 0 x of n പ്ലസ് h of 1 x of n minus 1 പ്ലസ് h of 2 x of n minus 2 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇത്രയും പോർഷനിൽ ഈ യെല്ലോ ഒരു ഇത് സെലക്ട് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുള്ളതിൽ എല്ലാം എക്സിൻ്റെ എൻ പ്ലസ് വാല്യൂസ് ആണ്. എൻ പ്ലസ് വൺ, എൻ പ്ലസ് ടു, ഇനി ഇങ്ങോട്ട് ഉണ്ടാവും എൻ പ്ലസ് ത്രീ, എൻ പ്ലസ് അങ്ങനെ എൻ പ്ലസ് ഇൻഫിനിറ്റി ആ രീതിയിൽ പോയിട്ടുണ്ട്. അതായത് അതെല്ലാം ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എൻ പ്ലസ് ആണ്. അപ്പോൾ എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഇൻപുട്സ്. ഇനിയിപ്പോൾ ഈ ഒരു ഒറ്റ പോയിന്റ് മാത്രം h of 0 x of n ആണ്. x of n എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻപുട്ട്. അപ്പോൾ ഈ ഒറ്റ ടേം മാത്രം പ്രസന്റ് വാല്യൂ ഓഫ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേമും. ഇനി അങ്ങോട്ടുള്ള ടേമുകൾ എന്തായിരിക്കും? x of n minus 1, x of n minus 2, x of n minus 3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഡിപ്പെൻഡ്സ് ഓൺ ദ പാസ്റ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പ്രകാരം ഇത് ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ്ട് ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്രസന്റ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ട്, പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഫോർ എ കോസൽ സിസ്റ്റം, ഒരു സിസ്റ്റം കോസൽ ആവണമെങ്കിൽ വേർ ഔട്ട്പുട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഇൻപുട്ട്. ഔട്ട്പുട്ട് ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഔട്ട്പുട്ട് does not depend on future values of the input. ഇതിൻ്റെ കേസിൽ ഫോർ എ കോസൽ സിസ്റ്റം ആവണമെങ്കിൽ ഔട്ട്പുട്ട് ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഇൻപുട്ട്. അതായത് എക്സ് പ്ലസ് എന്നുള്ള ടേമുകൾ ഉണ്ടാവാൻ പാടില്ല. ഫോർ ദ സമ്മേഷൻ ലിമിറ്റ്സ്. അപ്പോൾ അതായത് ഈ ഒരു പോർഷൻ, നെഗറ്റീവ് പോർഷൻ നമുക്ക് അവിടുന്ന് ഒഴിവാക്കാം, പോസിറ്റീവ് പോർഷൻ മാത്രം മതി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അത് ഈ ഒരു പോർഷൻ മാത്രം മതി. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എന്തായിട്ടും മാറും. y of n ഈക്വൽ ടു k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി h of k x of n മൈനസ് k ഫോർ എ കോസൽ സിസ്റ്റം. സോ ഒരു കോസൽ സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മുടെ കൺവല്യൂഷൻ സമ്മിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായി മാറി. k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി h of k x of n minus k. സോ ഫോർ എ കോസൽ സിസ്റ്റം h of k ഷുഡ് ബി 0 ഫോർ k ലെസ് ദാൻ 0. അതായത് k ലെസ് ദാൻ 0 ആണെങ്കിൽ h of k 0 ആണെന്നുള്ള ഒരു മീനിങ് ആണ്. ദാറ്റ് ഈസ് h of k ഈക്വൽ ടു 0 ഫോർ k ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ളൂ. എന്താ? an LTI system is causal if and only if its impulse response is 0 for negative values of n. Impulse response 0 ആവണം for negative values of n or h of n equal to 0 for n less than 0. ഇതാണ് നമുക്കൊരു കോസൽ സിസ്റ്റത്തിൻ്റെ കേസിൽ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ റിലേഷൻ വന്നത്. ഒരു സിസ്റ്റം കോസൽ ആണെങ്കിൽ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്തായിരിക്കും? ഷുഡ് ബി ലെസ് ദാൻ 0 ഫോർ n ലെസ് ദാൻ 0. അതായത് പോസിറ്റീവ് ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്ത് വന്ന് കിട്ടിയതാണ് h of n ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. അപ്പോൾ ഇതൊന്നും കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്.
അപ്പോൾ ഇത് പ്രകാരം അപ്പോൾ ആ ലിമിറ്റ് ഒന്നുകൂടി താഴേക്ക് എടുത്ത് എഴുതി മാത്രം. ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ പ്രകാരം ലിമിറ്റ് ഈസ് ഫോർ എ കോസൽ സിസ്റ്റം വി ഹാവ് y ഓഫ് n ഈക്വൽ ടു k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി h ഓഫ് k x ഓഫ് n മൈനസ് k. ശ്രദ്ധിക്കുക, ആദ്യം h ആണ് എഴുതിയിട്ടുള്ളത്, ദെൻ h ഓഫ് x ഓഫ് n മൈനസ് k, h ഓഫ് k x ഓഫ് n മൈനസ് k. ഓക്കെ, ഇപ്പോൾ 0 ടു ഇൻഫിനിറ്റി ആണ്, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വാല്യൂസ് ഇവിടെ ഇടാൻ പോകുന്നത് 0 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ h എന്തായാലും പോസിറ്റീവിൽ തന്നെയാണ് നിൽക്കുന്നത്. അതാണ് ഈ ഒരു സമ്മേഷൻ്റെ മീനിങ് വരുന്നത്. നെഗറ്റീവ് ഒരു ഇത് പോയിന്റ് അവിടെ വരുന്നില്ല. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞതിലൊന്നും ഇൻപുട്ടിൻ്റെ കേസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇൻപുട്ടിൻ്റെയും കൂടി കോസാലിറ്റി നോക്കുകയാണെങ്കിൽ, ഇഫ് ദ ഇൻപുട്ട് ടു ദ കോസൽ സിസ്റ്റം ഈസ് കോസൽ സീക്വൻസ്, ഇൻപുട്ടും കൂടിയും കോസലാണ്, അതായത് x ഓഫ് n ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. അങ്ങനത്തെ കേസിൽ എന്ത് സംഭവിക്കും? ദ ലിമിറ്റ് ഇൻ ദ കൺവല്യൂഷൻ സം ഈസ് മോഡിഫൈഡ് ആസ്. അപ്പോൾ അതായത് h ഓഫ് n ഓൾറെഡി എന്താണ് കോസലാണ്. ഇപ്പം നമ്മൾ എന്തും കൂടിയും കോസലാന്ന് പറഞ്ഞു, ഇൻപുട്ടും കൂടിയും കോസലാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലിമിറ്റിന് എന്ത് മാറ്റം വരും എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ എഴുതുകയാണെങ്കിൽ എന്താ പറയുക, എക്സ് ആദ്യം എടുത്ത് എഴുതാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? y ഓഫ് n ഈക്വൽ ടു k ഈക്വൽ ടു 0 ടു n എക്സ് ഓഫ് k h ഓഫ് n മൈനസ് k എന്ന് നമ്മളിവിടെ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി h നമ്മളെ കോസിലാണ്, അപ്പോൾ എക്സും കോസിലെടുത്തു. എക്സ് ഓഫ് k ആയതുകൊണ്ട് കുഴപ്പമില്ല, 0 ടു എന്ത് വരെ എടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ h കോസലായതുകൊണ്ട് എന്നിൻ്റെ മേലെ ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്നിൽ നിർത്തുന്നതിന് പകരം ഇൻഫിനിറ്റി ആണ് ഇട്ടേക്കുന്നത് വിചാരിക്കുക. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ n+1 എന്നുള്ള പോയിന്റ് വരും. n+1 എന്നുള്ള പോയിന്റ് വന്നുകൂടെ എന്ത് വരും? n മൈനസ് ഓഫ് n+1, അതായത് h ഓഫ് -1 വരും. ആ h ഓഫ് -1 അവിടെ വരാൻ പാടില്ല. അപ്പോൾ ആ കോസിൽ നിന്നുള്ള പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ലിമിറ്റ് എന്തായി മാറും? k ഈക്വൽ ടു 0 ടു n എക്സ് ഓഫ് k h ഓഫ് n മൈനസ് k എന്ന് മാറും. ഇപ്പോൾ കോസൽ സിസ്റ്റത്തിൻ്റെ വിത്ത് കോസൽ ഇൻപുട്ടുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ലിമിറ്റ് k ഈക്വൽ ടു 0 ടു n എക്സ് ഓഫ് k h ഓഫ് n മൈനസ് k. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി h ഓഫ് k എക്സ് ഓഫ് n മൈനസ് k എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു കുഴപ്പം വരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചുള്ള ഇതിൻ്റെ പ്രകാരമാണ്, ഈ ഒരു ഇക്വേഷൻ ബേസിലാണ് നമ്മൾ കോസലിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അതായത് യു വെച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് വരും. അപ്പോൾ അതിൻ്റെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് y ഓഫ് n ഈക്വൽ ടു k ഈക്വൽ ടു 0 ടു n എക്സ് ഓഫ് k h ഓഫ് n മൈനസ് k, കോസൽ ഇൻപുട്ടും കോസൽ സിസ്റ്റമായിട്ടുള്ള കേസിൽ കൺവല്യൂഷൻ നമ്മുടെ ലിമിറ്റ് 0 ടു n ആയിട്ട് മാറിയിട്ടുണ്ട്, എക്സ് ഓഫ് k h ഓഫ് n മൈനസ് k. ആ എന്നുള്ളത് ചില മാറ്റങ്ങൾ വരാം ഡിപ്പെൻഡിങ് ഓൺ ദ കോസൽ ഇൻപുട്ട്. ആ ഇൻപുട്ട് സീക്വൻസിൻ്റെ ഇതിനനുസരിച്ച് ആ മാറ്റം കൂടി വരാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇവിടുന്ന് മെയിനായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കേണ്ട കാര്യം.